നമസ്തേ. ഡ്രീം 720 എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ ഒക്കെ യാഥാർത്ഥ്യമാകുവാൻ ഇനി 75 ദിവസങ്ങൾ മാത്രം. നീറ്റ് 2024 മെയ് 5 ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെ. നമ്മുടെ തയ്യാറെടുപ്പുകൾ ഓരോ കുട്ടികളുടെയും ഓരോ രീതിയിലുള്ള ഓരോ മാർക്കിനനുസരിച്ചൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ തികച്ചും വിലയിരുത്താനുള്ളൊരു സമയമാണ് നമ്മൾ ഈ ഫെബ്രുവരി മാസം. നമ്മൾ ഏതാണ്ട് കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മാസമൊക്കെയാണെന്ന് തോന്നുന്നു നമ്മൾ ഈ എപ്പിസോഡുകൾ ആരംഭിച്ചപ്പോൾ മുതൽ ഓരോ സ്റ്റെപ്പുകളായിട്ട് കൺസെപ്റ്റ് പഠിക്കുന്ന കാര്യങ്ങളും പരീക്ഷകൾ എഴുതേണ്ട കാര്യങ്ങളും അതിനിടയിൽ വരുന്ന സ്ട്രെസ് മാനേജ്മെൻറ്റുകളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മായറാണി ടീച്ചർ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന 75 ദിവസങ്ങളുടെ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്തായിരിക്കണം, 700-ന് മുകളിലോട്ട് മാർക്ക് കിട്ടുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, 600, 500, 300, 400 ഒക്കെ സഞ്ചരിക്കുന്നവർ ഇനി വരുന്ന 75 ദിവസങ്ങൾ എത്രത്തോളം പ്രാധാന്യമാണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്കിന്ന് ചോദിച്ചറിയാം. ടീച്ചർ, നമ്മുടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഏറ്റവും ഒരു കണ്ണിങ് ടൈമിലോട്ട് പോവുകയാണ്. ഏറ്റവും അഭിമാനാർഹമായ ഒരു കാര്യം നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു, മറ്റു പരീക്ഷകൾ JEE മെയിൻ പോലെയുള്ള പരീക്ഷകൾ എഴുതേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിൻ്റെ വർധനവ് എന്തായിരിക്കാം JEE മെയിൻ 2024 നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മനസ്സിലായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ JEE പരീക്ഷ എഴുതിയപ്പോൾ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനുകൾ എത്രത്തോളം അവർക്ക് ഒരു ഒറിജിനൽ പരീക്ഷയിൽ, അതായത് JEE മെയിൻ പോലുള്ളൊരു പരീക്ഷയിൽ നമ്മൾ ചെയ്ത് പഠിച്ച അല്ലെങ്കിൽ നമ്മുടെ മോഡൽ എക്സാമിൽ അവർ കണ്ട് പരിചയമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും വന്നില്ല എന്ന് തന്നെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ നാഷണൽ ലെവൽ നടത്തിയ ഏതാണ്ട് 11 ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷയാണ്. അതിൽ ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമിന് അപ്പുറം മറ്റൊന്നും അവർക്ക് തോന്നിയില്ല എന്നാണ് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ കുട്ടികൾ വന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായെങ്കിലും ആ കോൺഫിഡൻസിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു നമ്മുടെ റിസൾട്ട്. കാരണം 250ഓളം കുട്ടികൾ 99% കൂടുതൽ പോയപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതിൻ്റെ കാര്യം അവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അവർ കണ്ട് പരിചയിച്ച മറ്റൊരു എക്സാം. അതിൽ അവർ എന്തൊക്കെയാണോ ക്വസ്റ്റ്യനുകൾ ചെയ്തത് അതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡിജിറ്റ് മാറി വന്നിട്ടുണ്ടാകാം, പക്ഷേ കോൺസെപ്റ്റിനും അത് ചോദിക്കുന്ന രീതിക്ക് പോലും മാറ്റമില്ലാതെയാണ് പല ക്വസ്റ്റ്യനുകളും വന്നത് എന്നാണ് അവർ പറഞ്ഞത്. അത് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ നീറ്റ് അഡ്രസ്സ് ചെയ്യുമ്പോഴും 720 വാങ്ങിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് നമ്മൾ ഈ നടത്തുന്ന പരീക്ഷകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷം കണ്ട് പരിചയിച്ച പരീക്ഷകളിൽ നിങ്ങൾ കണ്ട ക്വസ്റ്റ്യനുകളിലല്ലാതെ മറ്റൊരു ക്വസ്റ്റ്യനും വരില്ല എന്നൊരു ആത്മവിശ്വാസം ഒരിക്കൽ കൂടി നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും അയ്യോ എനിക്ക് മാർക്ക് കുറയോ, ഞാൻ പഠിച്ചില്ല, ഇവിടുത്തെ ക്വസ്റ്റ്യനുകൾ മാത്രം ചെയ്താൽ മതിയോ, ഇനി എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഒരു ആശങ്കയ്ക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 2024 ഇപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ നടത്തിയ ഈ ഒരു 10ഓളം പരീക്ഷകളിലൂടെയാണ് JEE മെയിൻ 2024 ആദ്യ സെഷൻ കഴിഞ്ഞത്. ഇതിലെ ഫിസിക്സ് കെമിസ്ട്രി ക്വസ്റ്റ്യനിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ഒന്ന്, നീറ്റ് വരാൻ പോകുന്ന നീറ്റ് എക്സാമും ഏറ്റവും സിമ്പിളായിരിക്കും, ഡയറക്റ്റ് NCERT ആയിരിക്കും, സിലബസിൽ നിന്നുകൊണ്ടുള്ളത് തന്നെ ആയിരിക്കും. സർ, എനിക്കിപ്പോൾ തോന്നുന്നു സിലബസ് മാറിയപ്പോൾ അവർക്കും കുറച്ച് കൺഫ്യൂഷൻ, നമുക്കും ചെറുതായിട്ടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു ആകുലത ഉണ്ടായിരുന്നു. ഒരുപക്ഷെ JEEയുടെ പരീക്ഷ നടന്നപ്പോൾ NDA തന്നെ നടത്തിയത് കൊണ്ട് സിലബസിലുള്ള മാറ്റങ്ങൾ അവരെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെയാണ് പരീക്ഷയിൽ വന്നത്. ഫിസിക്സും കെമിസ്ട്രി എക്സാക്ട്ലി. കാരണം ഫിസിക്സിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടുവെങ്കിൽ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. ഇനി ഒരു കോണ്ടന്റ് ആണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ ഓപ്ഷനിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സിലബസ് അപ്ഡേഷന് ശേഷം നമ്മൾ പഠിപ്പിക്കുമ്പോൾ പോലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ഒരു ചെറിയ കണ്ടന്റിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്ത പോർഷനുകൾ നമ്മൾ ഇത് ഓൾറെഡി ഈ കണ്ടന്റ് ഡിലീറ്റഡ് ആണ് എങ്കിലും ഞങ്ങൾ പഠിപ്പിക്കുമേ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, കാരണം ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പല ചാപ്റ്ററുകളിലും ഇന്റർ കണക്ട് ചെയ്ത് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ബ്രില്യന്റിൽ ഉറപ്പായിട്ടും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലും അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ മാക്സിമം ഏറ്റവും പുതിയ സിലബസിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ വർഷം ക്വസ്റ്റ്യനുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് സിലബസ് മാറി എന്നുള്ള ഒരു റീസൺ ഒരിക്കലും അവരുടെ പരീക്ഷയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളത് JEE മെയിൻ വഴി തെളിയിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും മെയ് 5 നമ്മൾ എത്തുമ്പോഴേക്ക് മറ്റൊരു കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ അല്ലേ? തീർച്ചയായിട്ടും അതിലോട്ട് നമ്മൾ
ഏറ്റവും വേഗത്തിൽ നമ്മൾ അതിലോട്ട് മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മാത്രമല്ല ഇപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ എപ്പിസോഡിലൊക്കെ നമ്മളെടുത്ത് ഒരുപാട് കുട്ടികളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിലബസ് മാറുമ്പോൾ പ്രയോറിറ്റി ഒരു ചാപ്റ്ററിന് കൂടുമ്പോൾ ഡിഫിക്കൽറ്റി ലെവൽ കൂടുമോ, അപ്പോൾ ഞാൻ ഡിഫിക്കൽറ്റി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ വരുമോ എന്നൊക്കെ. പക്ഷേ ഒരു ഡിഫിക്കൽറ്റി ലെവൽ കൂടിയ ക്വസ്റ്റ്യനും ഇല്ല. കെമിസ്ട്രി ഒക്കെ എനിക്ക് തോന്നുന്നു JEE മെയിൻ്റെ ആ പരീക്ഷ കഴിഞ്ഞിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് അനാലിസിസിൽ അവർ പറഞ്ഞത് ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇൻഓർഗാനിക്കിനും ഓർഗാനിക്കിലും ഫിസിക്കലിനും ഒരേ സ്ട്രെങ്ത് തന്നെ. അപ്പോൾ ഇൻഓർഗാനിക് ചാപ്റ്റർ കുറവാണെങ്കിലും ഇൻഓർഗാനിക്കിന് എത്രത്തോളം വെയിറ്റേജ് കൊടുക്കണോ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണോ മാത്രമല്ല ആ ഒരു ഡിഫിക്കൽറ്റി ലെവൽ ഓർഗാനിക്കിൽ അവർ കൂട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ചാപ്റ്റർ കുറഞ്ഞപ്പോൾ അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ മറ്റൊരു ചാപ്റ്ററിൽ കയറി വരുമോ എന്നൊക്കെയുള്ള നിങ്ങളുടെ ആശങ്കകൾക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യേണ്ടത്. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ആകുലത അത് തന്നെയായിരുന്നു. സിലബസിലുള്ള ചേഞ്ചുകൾ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്, ഒരു പക്ഷേ രക്ഷിതാക്കൾക്കും അത് തന്നെയാണ് ഏറ്റവും അവരുടെ പ്രയോറിറ്റി. JEE 2024 നമ്മുടെ മെഡിക്കൽ കുട്ടികളുടെ ഒരു ഭൂരിഭാഗവും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം തന്നെ നമുക്ക് കാണാം അവർ ഇൻ ബിറ്റ്വീൻ 90 to 97% ഇടയിൽ തന്നെ അവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതായത് മാത്തമാറ്റിക്സ് അറ്റൻഡ് ചെയ്യാതെ തന്നെ ഫിസിക്സ് കെമിസ്ട്രിയിൽ ഓൾമോസ്റ്റും മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. ഒരു ടൈം മാനേജ്മെന്റിന്റെ ഒരു വിഷയമേ ഉണ്ടായില്ല. അതുപോലെ തന്നെ സിലബസിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ സിലബസിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഇനി ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു ചോദ്യങ്ങളും ഉണ്ടായില്ല. കാരണം ഫിസിക്സിനെയാണ് നമ്മുടെ കുട്ടികൾ, മെഡിക്കൽ കുട്ടികൾ അല്പം പേടിക്കുന്നത്. ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഇല്ലാതെ ഒരു ആശങ്കകൾക്ക്, അതായത് ഒരു കൺഫ്യൂഷൻ ചോദിച്ചതോടുള്ള കൺഫ്യൂഷനോ അങ്ങനെയൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ളത് തന്നെ ഏറ്റവും നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ തന്നെയാണ് JEE മെയിൻ ഒരുക്കിയത്. ഇത് നമുക്കൊരു ചൂണ്ടുപലകയാണ്, മെയ് 5 ചൂണ്ടുപലകയാണ്. NCERT, ടൈം മാനേജ്മെൻറ്റ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ്, സിലബസിനകത്ത് നിന്നുകൊണ്ടുള്ളത്, പുതിയതായിട്ട് പ്രാക്ടിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോക്കേണ്ടതിൻ്റെ ആവശ്യകത, ഓരോ പോയിന്റുകളും മെഡിക്കൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഞങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതും, നമ്മുടെ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയോന്ന് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു ആശങ്കയുണ്ടെങ്കിൽ അതിനും എല്ലാം മറുപടി തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞു പോയ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും അതിനനുസരിച്ച് ഓരോ നിമിഷവും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും ഞാൻ പഠിക്കുന്നത് ഓക്കെ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരികയും വേണം. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഷൻ എനിക്കും സാറിനും ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഈ 720 പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു പാരന്റ്സ് ആണ് കൂടുതൽ കേൾക്കുന്നത്. കേട്ടിട്ട് കുട്ടികളെല്ലാം അതുപോലെ അത് ഫോളോ ചെയ്തു വരുന്നുണ്ട്. കാരണം അവനവന്റെ കുട്ടികൾക്ക് ഏതാണോ ഇതിനകത്ത് ആപ്റ്റ് ആയിട്ടുള്ളത്, പല കാര്യങ്ങളും പല കുട്ടികൾക്കും അതാണ്, അവരത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പരീക്ഷകൾ എഴുതുന്ന കാര്യം, വെക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം, ഓരോ പോയിന്റുകളും അത് കുട്ടികളെ OMR പോലും നമ്മൾ പറഞ്ഞ മാറ്റങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ റയർ ദാൻ ദ റയറസ്റ്റ്, ഏറ്റവും ലീസ്റ്റ് പെർസെൻറ്റേജേ ഉള്ളൂ ഒരുമിച്ചൊക്കെ മാർക്ക് ചെയ്യാൻ നിൽക്കുന്നവർ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ശ്രദ്ധ, അത് ഇനിയും നമ്മൾ പറഞ്ഞു തരുന്നതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് നിങ്ങൾ ഓരോ ലെവലിലും കൂട്ടി ഇവിടെ മാർക്കിന് ഇച്ചിരി കുറവുകളൊക്കെ ഉണ്ടായാലും നിങ്ങളത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു യൂണിറ്റ് ഇച്ചിരി ഇപ്പോൾ ഏറ്റവും അടുത്ത കേട്ട ഒരു പരാതി എന്ന് പറയുന്നത്, ചില യൂണിറ്റുകൾ വരുമ്പോൾ ആ യൂണിറ്റിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 2-3 ചാപ്റ്ററുകൾ കയറി വരുമ്പോൾ ഈ കിട്ടുന്ന 3 ദിവസം കൊണ്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിച്ച് തീരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ടൈം ആ കോമ്പിനേഷൻ്റെ സമയത്ത് നമുക്ക് ഒന്നുകൂടെ നോക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇത് ഞാൻ തീർന്നില്ല എന്ന് പറഞ്ഞ് പാനിക്കായി പോയി ആ യൂണിറ്റ് കുളമാക്കണ്ട. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പോകൂ. അവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ, ഞാനിത് വായിച്ചുകൊണ്ടിരിക്കണോ ക്വസ്റ്റ്യൻ ചെയ്യണോ? അപ്പോഴും ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യം അത് വീണ്ടും പറയുന്നു, ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ ഈ 19 ക്വസ്റ്റ്യനും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യനും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. 5 ക്വസ്റ്റ്യൻ നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ ആ കൺഫ്യൂഷൻ വന്ന ഏരിയ മാത്രം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതിയാകും. കാരണം ഓൾറെഡി 15 ക്വസ്റ്റ്യൻ അത്രയും കൃത്യമായിട്ട് എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ ആ കോണ്ടന്റ് നിങ്ങൾക്ക് ഉറപ്പാണ്. അത് വീണ്ടും വായിച്ച് നിങ്ങൾ ഉറപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ഒരു വിശ്വാസം, എനിക്കത് അറിയാം, അതുകൊണ്ടാണ് ഈ 15 ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാൻ പറ്റിയെന്നുള്ളൊരു ബോധം അവിടെ ഉണ്ടായാൽ മതി. ഞാൻ വായിച്ചില്ലല്ലോ, തിയറി മുഴുവൻ ഞാൻ വായിച്ചിട്ടല്ല പോയത്, അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ,
ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും യു നോ ദ കോൺസെപ്റ്റ്, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയത്. പറ്റിയില്ലെങ്കിലാണ് നമ്മൾ ആ കോൺസെപ്റ്റ് പോർഷൻ മാത്രം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 ദിവസം കൊണ്ട് ഇത്രയും ടോപ്പിക് വന്നാൽ ഞാൻ പഠിച്ചു തീരുമോ, എന്നെ കൊണ്ടത് പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് അവിടെ ഒഴിവാക്കി തന്നെ പോകാം. ഞാൻ നോക്കുന്നു, നമുക്കിപ്പം 720 തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു 650 മുകളിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു 10 ക്വസ്റ്റ്യനോളവും അറിയാവുന്ന ക്വസ്റ്റ്യൻസ്. കാരണം ഇപ്പോൾ 650+ വരുന്ന കുട്ടികൾക്ക് 180 എണ്ണവും അറിയാവുന്നതാണ്. അവിടെ ഒരു തർക്കമില്ല. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു ചോദ്യം അവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്യണം. 200 ചോദ്യങ്ങളിലോട്ട് കിടക്കുമ്പം 200 ചോദ്യങ്ങളും വായിക്കുകയും അതിൽ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള 180 എണ്ണത്തിൽ നമ്മൾ എത്തിയിരിക്കണം. അവിടെ നമുക്ക് ഒന്ന് ഉപേക്ഷിക്കാനായിട്ടില്ല. കാരണം നമുക്ക് 720 എത്തേണ്ടത്. അവിടെ നമുക്ക് പലർക്കും അല്പമെങ്കിലും അവരൊന്ന് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്, അല്ല ഒന്ന് അറച്ചു നിൽക്കുന്നത് നെഗറ്റീവ് വരുമോ എന്നുള്ള ഒരു പേടി കാരണം ഈ 650+ പോകുമ്പോൾ ഈ മേഖലയിൽ നിൽക്കുന്നവർ അങ്ങനെ നിൽക്കരുത്. കാരണം ഇത് മോഡൽ റിസ്ക് എടുക്കേണ്ടത്. പല കുട്ടികളും ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നിങ്ങൾ റിസ്ക് എടുത്ത് തുടങ്ങേണ്ടത്. റിസ്ക് എടുത്ത് തുടങ്ങുന്ന ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു റേഞ്ച് 650 റേഞ്ചിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് സാർ പറഞ്ഞ പോലെ എല്ലാ കോൺസെപ്റ്റുകളും അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം. ആ സമയത്ത് നിങ്ങൾ വായിച്ചതിലുള്ള ഒരു തെറ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ആങ്സൈറ്റിയോ ഹറിബറിയോ ഇതൊന്നും അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മൾ മറന്നുപോയതോ ഒക്കെ ആകാം. അത് നിങ്ങൾ ഒന്ന് പൊടിതട്ടി എടുത്താലും നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ മോഡൽ എക്സാമിന് വേണം നിങ്ങൾ ആ റിസ്ക് എടുത്ത് തുടങ്ങാൻ. മോഡൽ എക്സാമിന് നിങ്ങൾ റിസ്ക് എടുത്ത് തുടങ്ങുമ്പോൾ ഒരു 2 ദിവസം അല്ലെങ്കിൽ 2 എക്സാമിന് നിങ്ങൾ റിസ്ക് എടുക്കുമ്പോൾ 3ാമത്തെ പരീക്ഷയാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് റിസ്ക് അല്ല. നിങ്ങൾക്ക് 200 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ള രീതിയിൽ തന്നെ 720 നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി മോഡൽ എക്സാമുകളിൽ തന്നെ റിസ്ക് എടുക്കണം. നിങ്ങൾ 650+ സ്കോർ ചെയ്ത് നിൽക്കുന്നവരെല്ലാം തന്നെ റിസ്ക് എടുക്കണം. ശരിയായിരിക്കാം, ഒരു 10 ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ 10 എണ്ണം നമുക്ക് ഏപ്രിലോട്ട് എത്തുമ്പോഴേക്കും ഒരെണ്ണമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഏപ്രിൽ അവസാനം എത്തുമ്പോൾ പിന്നെ നടക്കുന്ന ഒരു 6-7 മോഡലുകളിൽ ആ ഒരു നെഗറ്റീവ് എന്നുള്ളൊരു ഫാക്ടറെ നമുക്ക് ബാധിക്കില്ല. മാത്രമല്ല ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾ റിസ്ക് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ഒരു തോട്ട് ഉണ്ടാവും, നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സ്. കാരണം അത് 100% നിങ്ങൾക്ക് ഷുവർട്ടി ഇല്ല. അപ്പം നിങ്ങളൊരു തോട്ട് പ്രോസസ്സിലൂടെ ആയിരിക്കണം ഒരു ആൻസറിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് തെറ്റിപ്പോയാലേ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചോണം നിങ്ങളുടെ ആ തോട്ട് പ്രോസസ്സിൽ എന്തോ പ്രശ്നമുണ്ട്, നമ്മൾ ചിന്തിച്ച വഴി കറക്റ്റ് അല്ല, ഞാൻ അതിലേക്ക് എത്തിപ്പെടേണ്ട ഇതാകും എന്ന് ഞാൻ ഉറപ്പിച്ച വഴിക്കാണ് പ്രശ്നം. അതെന്താണെന്ന് മനസ്സിലാക്കിയാലേ അതേ ഒരു ക്വസ്റ്റ്യൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് കറക്റ്റ് വേയിലേക്ക് എത്താൻ പറ്റും. അപ്പം അവിടെ ആ തോട്ട് പ്രോസസ്സ് നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയണം നമ്മുടെ തോട്ട് പ്രോസസ്സ്. നമ്മൾ റിസ്ക് എടുക്കാതിരുന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല, നമ്മളത് വിട്ട് തന്നെ പോകും. ഒരിക്കലും നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് എല്ലാം അറിയാവുന്നവരല്ല ഒരാളും. 720 മേടിക്കുന്ന ആളും 715 മേടിക്കുന്ന ആളും ഒന്നും എല്ലാം അറിഞ്ഞുകൊണ്ടോ എല്ലാം ആ ഒരു രീതിയിലോ അല്ല അറ്റൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു എറർ ഉണ്ടാകാനുള്ള സാധ്യത, നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്, വന്നു പോകും. പക്ഷെ അത് വന്നാൽ അത് കറക്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിക്കലും അത് എഴുതാതെ റിസ്ക് എടുക്കാതിരുന്നാൽ പരീക്ഷാ ഹാളിൽ നിങ്ങൾ അത് എങ്ങനെ ചിന്തിക്കുമെന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റില്ല. കാരണം 180 ബബിളിനകത്ത് എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് NTA പരിഗണിക്കുന്നത്. അവിടെ നമ്മൾ എടുത്ത റിസ്കിനെ കുറിച്ചോ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നോ എത്രാമത്തെ പ്രാവശ്യമാണ് നീറ്റ് എഴുതുന്നതെന്നുള്ള ഒന്നും ഘടകമല്ല. 180 ബബിളുകൾ മാത്രമാണ് നമ്മളുടെ ഈ 720 എത്തുന്നത്. അതുകൊണ്ട് ഈ മോഡൽ എക്സാമുകളിൽ ഈ റേഞ്ച് നിൽക്കുന്നവർ മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അവിടെ വരുന്ന തെറ്റുകൾ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇനി വരുന്ന ആ പരീക്ഷ കഴിഞ്ഞിട്ട് വരുന്ന ഒരു 1-2 മണിക്കൂറിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വന്നപ്പോൾ അത് നെഗറ്റീവിലോട്ട് പോകാനുള്ളത് എന്നുള്ളതൊന്ന് കറക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ, ഓവർ ആങ്സൈറ്റി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കൺസെപ്റ്റിന് പിന്നെയും നമുക്കൊരല്പം അവിടെ ഒരു സംശയം ഉണ്ടായിരിക്കാം. അതെന്താണെന്നൊന്ന് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ കൊടുക്കേണ്ട ആ കറക്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സാണ് കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് അതിലോട്ട് എത്തുന്നില്ലല്ലോ, 700+ എത്തുന്നില്ല എന്നുള്ളതല്ല, അത് കറക്റ്റ് ചെയ്യാനുള്ളൊരിത് കാണിച്ചാൽ തീർച്ചയായിട്ടും ഒരു 3-4 എക്സാമുകൾക്ക് ശേഷം ആ 12 എന്നുള്ളത് അല്ലെങ്കിൽ 15 എന്നുള്ളത് നമ്മൾ കറക്റ്റ് വേയിൽ ചിന്തിച്ച് തുടങ്ങും. നമ്മുടെ ആ ഒരു നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് അത്രയും ഷുവർ അല്ലാത്തൊരു കാര്യം നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എവിടെയാണോ ഒരു മിസ്സിങ് വന്നു പോയത് അത് നമുക്ക്
റെക്ടിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ മിസ്സിംഗ് വരുത്തിയേ പറ്റൂ. അതുകൊണ്ട് അതിൽ ഒരു കുറവും വരുത്തണ്ട. എനിക്ക് 715 ഉണ്ടല്ലോ, ഉള്ളതിൽ നിന്ന് ഞാൻ ഒന്ന് കുറഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ 720 തന്നെ കിട്ടും എന്നുള്ള രീതിയിൽ ഫുൾ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത മോഡലുകൾക്കും നിങ്ങൾ ചെയ്യുന്ന പരീക്ഷകൾക്കും നമ്മൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഫെബ്രുവരി മാർച്ച് സമയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 300-നും 400-നും ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ചെയ്യേണ്ട രീതിയിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ റേഞ്ച് നിൽക്കുന്നവർ. കാരണം അവർക്ക് എല്ലാ മേഖലകളിലും കൂടെ സഞ്ചരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അവൈലബിൾ ആയിട്ട് അവിടെ മാറ്റി വെക്കാൻ ചാപ്റ്ററുകളോ കോണ്ടന്റോ ഒന്നുമില്ല. കാരണം നമുക്ക് 720 ആണ് ലക്ഷ്യം. നമ്മളൊരു അഡ്മിഷൻ മാത്രം നോക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എല്ലാ സബ്ജക്റ്റിന്റെയും അതെ എല്ലാ കോണ്ടന്റിലൂടെയും നമ്മളൊന്ന് ഓടി ഒന്ന് വരണം. ഈ ഓടി എത്തലില് നമുക്ക് എവിടെയെങ്കിലും ആ ഒരു മിസ്സിംഗ് ആയിരിക്കണം നിങ്ങൾക്കൊരു നെഗറ്റീവ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ ഇതാണോ എന്ന് സംശയം ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ ആ സംശയത്തെ കുഴപ്പമില്ല, സാരമില്ല, നിങ്ങളങ്ങ് എഴുതിക്കോ. ഇനി ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഷുവർ അല്ലായിരുന്നു, നിങ്ങൾ കുത്തി കറക്റ്റാണ്, പക്ഷെ കറക്റ്റായിട്ട് എഴുതിയെങ്കിലും ചില കുട്ടികൾ വന്ന് പറയും മിസ്സേ പക്ഷെ ഞാൻ കറക്റ്റായി പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അങ്ങനെയാണെങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റിനെ വിലയിരുത്തണം. എന്തുകൊണ്ടാണ് അത് എഴുതി കഴിഞ്ഞപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത്, ഞാൻ ചിന്തിച്ചത് തെറ്റായിരുന്നോ? അവിടെ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ആ ക്വസ്റ്റിനിൽ ഉണ്ടാക്കി അതുപോലുള്ള ക്വസ്റ്റിനുകൾ വന്നാൽ ഇനി ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അതിനനുസരിച്ച് വേണം അടുത്ത പരീക്ഷ എഴുതാൻ. അപ്പോൾ നെഗറ്റീവ് ഇപ്പോൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് 10 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ അടുത്ത പരീക്ഷയ്ക്ക് 9 തെറ്റാവും, അടുത്ത പരീക്ഷയ്ക്ക് 8 തെറ്റാവും, അടുത്ത പരീക്ഷയ്ക്ക് 7 തെറ്റാവും. അങ്ങനെ വേണം നമ്മൾ 0 എററിലേക്ക് വരാൻ. അപ്പോൾ അതുകൊണ്ട് ആ റേഞ്ച് നിൽക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യണം. 600, 550 നിൽക്കുന്ന റേഞ്ച് നിൽക്കുന്ന കുട്ടികൾ ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു മാർക്കിലോട്ട് അല്ലെങ്കിൽ 600+ അല്ലെ 650ൻ്റെ റേഞ്ചിലോട്ട് എത്താനായിട്ട് നമുക്ക് കൺസെപ്റ്റിൽ അല്ലെങ്കിൽ പഠിച്ച സമയത്ത് നമുക്ക് എത്രത്തോളം കംഫർട്ടായിട്ടുള്ള സബ്ജക്റ്റുകൾ, ഇപ്പം ബയോളജി ആയിരിക്കാം, ഫിസിക്സ് ആയിരിക്കാം, കെമിസ്ട്രി ആയിരിക്കാം, ആ കംഫർട്ട് ഇപ്പം മൂന്നിനും കൊടുക്കേണ്ട വെയിറ്റേജ് എപ്പോഴും ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഒന്നും നമുക്ക് മാറ്റി വെക്കാനില്ല. കാരണം ഫിസിക്സ് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് 600-ലോട്ട് മാറ്റാം, അല്ലെ ബയോളജി പഠിച്ചാൽ 600-ലോട്ട് മാറ്റാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. 3 സബ്ജക്റ്റുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഈ ഒരു റേഞ്ച് നിൽക്കുന്നവർ കൊടുത്തേ മതിയാകുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് കംഫർട്ടായിട്ട് നിൽക്കുന്നതിനകത്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നത് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് ബയോളജി കുഴപ്പമില്ല, ബയോളജി അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ബയോളജിയിൽ പിന്നെ 360 കുറഞ്ഞൊന്നും ചിന്തിക്കുകയേ വേണ്ട, അതവിടെ ഉറപ്പിച്ചങ്ങ് വെക്കണം. ഇനി അതല്ല ഫിസിക്സ് ആണ് നിങ്ങളുടെ കംഫർട്ട്, ഫിസിക്സ് കുഴപ്പമില്ല, ഫിസിക്സ് എനിക്ക് നന്നായിട്ട് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വിചാരിക്കേണ്ട, ബയോളജിക്കാരൊന്നും വിചാരിക്കില്ല. നിങ്ങൾ ഫിസിക്സിന് മാക്സിമം ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അവിടെ നിങ്ങൾ ഒട്ടും ഉറപ്പില്ല, എനിക്കിത് കിട്ടുമെന്ന് ഒരു ശതമാനം പോലും എനിക്ക് ഉറപ്പില്ല, അല്ലെങ്കിൽ വെറുതെ ഒരു റിസ്ക് അവിടെ നിങ്ങൾ എടുക്കണ്ട. അവിടെയാണ് നെഗറ്റീവിൽ വലിയ റിസ്ക് നിങ്ങൾ എടുക്കണ്ട. കാരണം ഒട്ടും അറിഞ്ഞുകൂടാ, എന്നെ കൊണ്ട് ആ കോൺസെപ്റ്റ് പറ്റിയിട്ടേ ഇല്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടേ ഇല്ല, കെമിസ്ട്രിയിൽ ആ ചാപ്റ്ററിൽ നിന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലം വെറുതെ നിങ്ങൾ അവിടെ ഒരു റിസ്ക് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ വിട്ടിട്ട് ആ സമയം കൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം റിസ്ക് എടുത്ത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒട്ടും അറിഞ്ഞൂടാ, 100% അറിഞ്ഞൂടാ, റിസ്ക് എടുക്കണ്ട, വിട്ടേക്കോ. ആൻസർ മാത്രം എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. ആൻസർ എന്താണെന്നുള്ളത് മാത്രം നോക്കിയിട്ട് അതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് കംഫർട്ടായിട്ടുള്ള മെത്തേഡ്, അവിടെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ നമുക്ക് പറ്റില്ലാത്ത ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഈക്വൽ വെയിറ്റേജ് ആണ്. എല്ലാത്തിനും 4 മാർക്കാണ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ, തെറ്റിപ്പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും -1 ആണ്. ഞാനിപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് ഒരു കുട്ടി വന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറയുകയും ചെയ്തു, അത്ര എനിക്ക് എന്ത് ചെയ്തിട്ടും കോൺസെപ്റ്റ് പഠിക്കാൻ പറ്റില്ല, ഞാൻ ഇത്രയും അവേഴ്സ് എടുക്കുന്നു പഠിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഒന്നും വേണ്ട, അതിൽ നിന്നൊരു 10 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയേഴ്സിന്റെ 10 ക്വസ്റ്റ്യൻ നീ കാണാതെ പഠിച്ചു പോകും. അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ എങ്ങനെ ആ 4 മാർക്ക് കിട്ടണം എന്നാണ്. അപ്പം നമ്മൾ ഈ വർഷങ്ങളായിട്ട് വന്ന ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച്, പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നതിനനുസരിച്ച് അതിൽ നിന്ന് നിങ്ങൾ ആ കോണ്ടന്റിൽ നിന്ന് സെലക്ട് ചെയ്തൊരു 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോകും. ഉറപ്പായിട്ടും അതിൽ നിന്ന് എന്തായാലും ആ ഒരു കോണ്ടന്റിൽ നിന്ന് മാത്രമല്ല ഈ 180 ക്വസ്റ്റ്യൻ വരാൻ പോണേ. ഒരു കോണ്ടന്റ് ഒരു ചാപ്റ്ററിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ചിലപ്പോൾ ആ കണ്ടന്റ് നിങ്ങളുടെ ഒരു ഭാഗ്യത്തിന് ചിലപ്പോൾ ചോദിക്കുന്നേ ഉണ്ടാവില്ല, ചിലപ്പോൾ ചോദിച്ചാൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾ ഭയങ്കര റിസർച്ച് ഒക്കെ നടത്തി ആ കണ്ടന്റിനെ അനലൈസ് ചെയ്ത് കോൺസെപ്റ്റിനെ ഒന്നും റെഡിയാക്കാൻ ഇപ്പോൾ തൽക്കാലം പോകണ്ട. അത് തൽക്കാലം ഒരു 5 ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് ആ ക്വസ്റ്റ്യനിലൂടെ ആ ആൻസർ അങ്ങ് ഉറപ്പിച്ചു വെച്ചു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻ ബിറ്റ്വീൻ 400 മുതൽ 500, 550 വരെ നിൽക്കുന്നവരോട് ഉള്ള എക്സാക്ട്ലി ആൻസർ ആണ് അത് പറഞ്ഞത്. ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവർക്ക് സബ്ജക്ട് എക്സ്പേർട്ട് ആവാനാണ് ഇപ്പോഴും നോക്കുന്നത്. ഇപ്പം നമുക്ക് ഒന്നുകിൽ ഒരു സബ്ജക്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിലായിരിക്കാം. ഈ ചാപ്റ്ററിനെ കീഴടക്കാനാണ് പലരും നോക്കുന്നത്. ഇപ്പോൾ റിയാക്ഷൻ മെക്കാനിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരിക്കാം, കണ്ടൻസിറ്റി ആയിരിക്കാം, ബയോളജി ടോപ്പിക് ആയിരിക്കാം.
ആ സബ്ജക്റ്റിനെ ഞാൻ പഠിച്ച് അടങ്ങുള്ളൂ എന്ന് വിചാരിച്ചാണ് ഇന്ന് പഠിക്കുന്നു, നാളെ പഠിക്കുന്നു, അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു ആ സാർ പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ആകെ 3 ദിവസം കിട്ടും. ഈ ഒരു 3 ദിവസം ഇരുന്ന് എനിക്ക് അറിയാന്നുള്ള ആ സാധനം ഞാൻ ഫുൾ പഠിച്ചിട്ടേ മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് നമുക്ക് മറ്റതൊന്നും പഠിക്കാൻ പറ്റാതെ പോകുന്നത്. മാത്രമല്ല നിങ്ങൾ ഇത്രയും സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എടുത്ത് പഠിച്ചാലും ആ പഠിക്കുന്ന സാധനത്തിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്ന ഒരു 2 ക്വസ്റ്റൻ ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ആ സമയത്ത് ആ വരുന്ന യൂണിറ്റുകളിൽ എന്തൊക്കെ സാധനങ്ങളാണോ വരുന്നത് അതിനെല്ലാം ഓവറോൾ തീരെ നിവർത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബയോളജി ഒക്കെ കാണാതെ പഠിച്ചു പോയാൽ പോലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റണം, അത്രേ ഉള്ളൂ. അതിന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ചും ഈ 400 റേഞ്ചിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ ഇനി ടെക്സ്റ്റ് വായിച്ച് വളരെ റിസർച്ചും ഗവേഷണം ഒന്നും നടത്തണ്ട. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തു പോകും. നിങ്ങൾ അങ്ങനെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഡിജിറ്റ്സിന്റെ വ്യത്യാസമേ കാണുള്ളൂ. ഫിസിക്സ് ഒക്കെ, ബയോളജിയിൽ പിന്നെ ആ വ്യത്യാസം പോലും വരാനില്ല. ഈ NCERTയുടെ വർക്ക് പ്രോബ്ലംസ് എന്നൊക്കെ അതേപടിയാണ് പ്രോബ്ലംസ്. അതായത് വാല്യൂ മാർക്ക് പോലും മാറ്റിയിട്ടില്ലായിരുന്നു. സെയിം ഇതാണ് നമുക്ക് JEE ചോദിച്ചത്. ഇങ്ങനെ സിമ്പിളായിട്ട് വന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് നെഗറ്റീവ് വന്നത്, അല്ലെങ്കിൽ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയതെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആകാത്തത് കൊണ്ടാണ്. ഇൻ ബിറ്റ്വീൻ 300, 400, 450 റേഞ്ച് നിൽക്കുന്നവരെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ആകുന്നതിന് പകരം നിങ്ങൾ എത്രത്തോളം ചോദ്യങ്ങളിലൂടെ കടന്നു പോകും. അപ്പം നിങ്ങൾ ചോദിക്കും, ഇപ്പം ഞാൻ പലയിടത്തു നിന്നായിട്ട് 100 ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്ക് ഈ വീക്കിലി എക്സാം വീണ്ടും 300 മാർക്കേ കിട്ടിയുള്ളൂ. നമുക്ക് വേണ്ടത് മെയ് 5-ന് വേണ്ട, മെയ് 5-ന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ ആണ്. അവിടെ നമുക്ക് ഇപ്പോൾ 300 നിൽക്കുന്ന ആൾക്ക് 25,000 ക്വസ്റ്റ്യൻസ് നമുക്ക് ഫെമിലിയർ ആകാൻ പറ്റുമെങ്കിൽ എങ്ങനെ ഫെമിലിയർ ആകാം? ഈ ആഴ്ച ചെയ്യുന്നത് നമ്മൾ അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ അടുത്ത ആഴ്ച ചെയ്യുന്നു, മാർച്ചിൽ ചെയ്യുന്നു, ഏപ്രിലിൽ ചെയ്യുന്നു, മെയ് ആദ്യവും നമ്മൾ ആ ഫെമിലിയാരിറ്റി, അതായത് ക്വസ്റ്റ്യൻ കാണുന്നതും അതിൻ്റെ വാല്യൂസ് കാണുന്നതും അതിൻ്റെ ഡേറ്റ കാണുന്നതും എത്രത്തോളം ഫെമിലിയർ ആകാൻ ശ്രമിക്കുക. അത് പറയുമ്പോൾ വെറും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ ഓൾഡ് ബാച്ചിൽ എഴുതുന്നവർ അന്ന് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തെ യൂണിറ്റിനെ കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഈവൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു പോകും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേറ്ററിയും നിങ്ങളുടെ ബാച്ചിൻ്റെ, അത് ഓടായാലും ഈവനായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ബാച്ചിൻ്റെയും 2 ക്വസ്റ്റ്യൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിരിക്കണം. അത് നമ്മുടെ 2 പ്രിപ്പറേറ്ററിയും ഓടി ഈവൻ 2 ബാച്ചുകളിലും കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് ഇരിക്കണം. ഈ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് നിങ്ങൾ എക്സ്പേർട്ട് ആവണ്ട. അതെ, അവിടെ പോയി സബ്ജക്ട് നിങ്ങൾ കീറി മുറിച്ച് അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. തൽക്കാലം ഈ 400 റേഞ്ച് നിൽക്കുന്നവരോടാണ് ഞങ്ങൾ ഈ പറയുന്നത്. അവിടെ നിങ്ങൾ ഭയങ്കര രീതിയിലുള്ള കാര്യങ്ങൾ ഇനി ഫോക്കസ് ചെയ്യുന്നതും ആ മേഖലയിൽ നിൽക്കുന്ന കുട്ടികളാണ്. ഇൻ ബിറ്റ്വീൻ 3 to 450 അല്ലെ 500 നിൽക്കുന്ന കുട്ടികളെയാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്ത് ഇനി വരുന്ന ഒരു 5ഓളം മോഡലുകൾ ആ രീതിയിലാണ്. കാരണം ഏതാണ്ട് ഒരു സിമ്പിൾ ലെവലിൽ നടത്തിക്കൊണ്ട് കൺസെപ്റ്റുകൾ അവരെ ഒന്ന് മനസ്സിലാക്കാനുള്ള രീതിയിലാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നവരാണ് കിട്ടിയാലോ എന്ന് പേടിച്ച് നെഗറ്റീവ് മാക്സിമം അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾ കിട്ടിയാലോ എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത നിങ്ങൾ എഴുതണ്ട. നമുക്ക് കാരണം കയ്യിലിരിക്കുന്ന സാധനം കളയേണ്ട ആവശ്യം നിങ്ങളെ സംബന്ധിച്ചില്ല. അവിടെ നമ്മൾ 180 എണ്ണം ചെയ്യാന്നുള്ളൊരു സ്മാർട്ട് വർക്ക് അല്ല. അവിടെ നമുക്ക് മാക്സിമം നമുക്ക് എറർ ഫ്രീ ആയിട്ട് എത്ര ചെയ്യാം, എത്ര ബബിള് നമുക്ക് ഫുൾ മാർക്ക് കിട്ടാം എന്നുള്ളത് വേണം നിങ്ങളുടെ അവിടുത്തെ കൺസേൺ. എന്നിട്ട് അവിടെ നമുക്ക് അറിയാൻ മേലാത്തതും അല്ലെങ്കിൽ നെഗറ്റീവ് വന്നതും അന്ന് തന്നെ വിത്തിൻ 1 hour അല്ലെങ്കിൽ 2 hourനുള്ളിൽ നമ്മളൊന്ന് നോക്കി അത് അതിന്റെ ആൻസർ പഠിക്കുക. അവിടെ നമ്മൾ അത് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ വീണ്ടും ആ ചാപ്റ്റർ മൊത്തം എടുത്ത് പഠിക്കരുത്. കാര്യമില്ല. അതിന്റെ ആൻസർ എന്താണെന്ന് പഠിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ സൊല്യൂഷൻ വരുമ്പോൾ അത് കാണുക. അത് കണ്ടിട്ട് അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇതേ യൂണിറ്റ് കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഈ കുറവ് പരിഹരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ 25 നെഗറ്റീവ് വന്നു പോയാൽ അടുത്ത പ്രാവശ്യം ആകുമ്പോൾ നിങ്ങൾക്ക് ആ 25 എന്നുള്ളത് 20 നെഗറ്റീവിലേക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ ആ കണ്ടന്റ് മുഴുവൻ കിടന്ന് അനലൈസ് ചെയ്യാതെ ആ ക്വസ്റ്റ്യൻ എന്താണ്, എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ സൊല്യൂഷൻ കണ്ടു മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം. അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് വളരെ ഏറ്റവും ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടിയതിന് ശേഷം അതുപോലുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നെഗറ്റീവ് കുറയ്ക്കാൻ പറ്റും. അപ്പം ഈ റേഞ്ച് നിൽക്കുന്നവർക്ക് 600-ലോട്ട് എത്താനായിട്ട് ഇനിയും സമയമുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുള്ളത് നോക്കണമെങ്കിൽ നിങ്ങൾ മോഡലിൻ്റെ പ്രീവിയസ് റാങ്ക്, ഓരോ മോഡലുകൾക്കും തൊട്ട് പഴയ നടന്ന 4 മോഡലുകളുടെ റാങ്കുകൾ ഉണ്ടാവും. അതിനകത്ത് വരുന്ന ഷഫ്ലിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കഴിഞ്ഞ തവണ 350-ലോ അല്ലെ 400-ലോ ഒക്കെ നിന്നവർക്ക് എങ്ങനെ മാറാൻ പറ്റുമെന്നുള്ളത് അവരവരുടെ പ്ലാൻ അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ മോഡലിന് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചുള്ള സ്മാർട്ട് വർക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഈ റേഞ്ച് നിൽക്കുന്നത് ബേസിക്കലി അറിയാം. ഇപ്പോൾ 300 അല്ലെ 400 450 നിൽക്കുന്നവർക്ക് നമുക്ക് +1 +2 സബ്ജക്റ്റ് അത്രയും പഠിക്കാൻ പറ്റിയിട്ടില്ല. കോവിഡ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെ ഓൺലൈൻ ആയതുകൊണ്ടായിരിക്കാം, അല്ലെ നമ്മൾ സബ്ജക്റ്റ് എക്സ്പേർട്ട് ആകാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം.
പക്ഷെ നീറ്റിന് ഇതൊന്നും ബാധകമല്ല. നമുക്ക് സബ്ജക്ട് എക്സ്പേർട്ട് ആവണ്ട, പക്ഷേ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അവര് മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിക്കുകയും, ഇനി ആ ക്വസ്റ്റ്യൻസിൻ്റെ കൺസെപ്റ്റ് അറിയില്ല, അതിൻ്റെ തിയറി അറിയില്ല, ചാപ്റ്റർ അറിയില്ലെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണെന്ന് പഠിക്കുക. അങ്ങനെ അത് ഇന്ന് പഠിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. കാരണം അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മറന്നു പോകും. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഒരു 10 പ്രാവശ്യം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും കാണാനും അതിൻ്റെ ആൻസർ ഇന്നതാണ് എന്ന് മനസ്സിലാക്കാനും സാധിച്ചാൽ ആ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും എഴുതാൻ സാധിക്കും. അവിടെ ഒരു അപകടമുള്ളത് നെഗറ്റീവ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനെന്താണ് അവർ ചെയ്യേണ്ടത്? അത് ഏറ്റവും ആദ്യം നെഗറ്റീവ് എന്തായാലും അറ്റൻഡ് ചെയ്യുമോ, അവരുടെ ഒരു ടെൻഡൻസി ഉണ്ട്, അറ്റൻഡ് ചെയ്തു പോകും. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഓരോ നെഗറ്റീവ് വരുമ്പോഴും എന്താണ് എനിക്ക് ആ നെഗറ്റീവ് വരാൻ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ ചിന്തിക്കാൻ പറ്റും. എനിക്ക് കംപ്ലീറ്റ് ഞാനൊരു 25 പ്രാവശ്യം ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ 25 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ പാറ്റേണിൽ വന്നിട്ടും ഞാൻ തെറ്റിച്ചു, എനിക്ക് നെഗറ്റീവ് വന്നു, ഒരു കൺഫ്യൂഷൻ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ചെയ്തത് കറക്റ്റ് വേയിലല്ല. നിങ്ങൾ ആ 25 പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞത് ഒന്നുകിൽ നിങ്ങൾ അശ്രദ്ധമായിട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ വിട്ടുപോയതായിരിക്കാം. അവിടെ അതെന്താണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് ആ 25 എന്നുള്ളത് നിങ്ങൾ ഇനി 25 ചെയ്യണ്ട, ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. പക്ഷെ ചെയ്യുന്നത് കൃത്യമായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വീഡിയോ സൊല്യൂഷൻ ലേണിംഗ് ആപ്പിലുള്ള സൊല്യൂഷൻസ് കണ്ട് പഠിക്കുക. കാരണം ഒരു ബുക്ക് നോക്കി നിങ്ങൾ ആ ഇപ്പോൾ ഫിസിക്സ് ഒക്കെ പർട്ടിക്കുലർലി ഒരു ഫോമുലയൊക്കെ നോക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളും കുറച്ച് എന്താണ് ഇവിടെ ഇങ്ങനെ വന്നതെന്നൊക്കെ ആലോചിക്കും. അപ്പോൾ ഒരു അധ്യാപകൻ ചെയ്യുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അത് ഇന്റർപ്രറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ട്രിക്കി മെത്തേഡ് ഉണ്ട്, അത് എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ആപ്പിൽ പോയി നോക്കാം, അല്ലെങ്കിൽ വീഡിയോ സൊല്യൂഷനിൽ നോക്കാം. ഇതൊന്നും അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് എല്ലാവരും ഇവിടെ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി തന്നെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാ സബ്ജക്റ്റിനും എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ ഒന്ന് അപ്രോച്ച് ചെയ്ത് ഇത് ഇത്ര 25 പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നുപോയി, വീണ്ടും തെറ്റി, അത് എന്താണ്? അപ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ ഏതെങ്കിലും ഒന്നുകിൽ ആ ഫോമുല ഇട്ട പ്രശ്നമോ അല്ലെങ്കിൽ ആ ഫോമുല ചിലപ്പോൾ അല്ലായിരിക്കും ഇടേണ്ടത്, നിങ്ങൾ അങ്ങനെ ധരിച്ചതാകാം. അങ്ങനെ മനസ്സിലാക്കി പോകണം. പിന്നെ ബയോളജിയുടെ കാര്യത്തിലാണെങ്കിൽ നെഗറ്റീവ് വരുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇത്രയും ചെയ്തിട്ട് നെഗറ്റീവ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ബയോളജിയിൽ വലിയ ഇന്റർപ്രിട്ടേഷൻസ് ഒന്നും ഇല്ല. NCERT നിങ്ങൾ കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ എടുത്ത് ചോദിക്കുന്നത്, പ്രത്യേകിച്ചും ക്വസ്റ്റ്യൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും വരില്ല. അവിടെ നിങ്ങൾ കുറച്ചുകൂടെ കെയർഫുൾ ആവുകയാണ് ചെയ്യേണ്ടത്. അവിടെയും എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നവരാണ് എനിക്ക് ഫിസിക്സ് ടഫ് ആണല്ലോ, അപ്പോൾ ഞാൻ എൻ്റെ സമയം ബയോളജിയുടെ സമയം കൂടെ എടുത്ത് അവിടെ കൊടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബയോളജിയുടെ സമയം എടുത്ത് ആർക്കും കൊടുക്കണ്ട, ഫിസിക്സിൻ്റെ സമയം ബയോളജിക്കും തരണ്ട. എല്ലാത്തിനും നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ മാക്സിമം ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് കൃത്യം വായിച്ചു നോക്കി ഇനിയുള്ള സമയം നിങ്ങൾ എറർ ഫ്രീ ആകാനാണ് ശ്രമിക്കേണ്ടത്. കാരണം ഒരു 650യുടെ മുകളിൽ നമ്മൾ പറഞ്ഞത് എറർ ഫ്രീ ആവാനൊന്നും നോക്കണ്ട, ഫുൾ ചെയ്യണം എന്നാണ്. പക്ഷെ നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾ എറർ ഫ്രീ ആക്കണം. അത് വീണ്ടും വീണ്ടും ചെയ്യുകയും ചെയ്യണം. അതിന് നമുക്ക് ഫെമിലിയർ ആയിട്ട് നമുക്കൊരു 25,000 അല്ല 50,000 ക്വസ്റ്റ്യനുകളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 600+ എത്താനുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും. തീർച്ചയായിട്ടും. ഇനി നമുക്ക് 2023-ലോ 2022-ലോ ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ അതിനകത്തില്ല. കാരണം സബ്ജക്ട് എക്സ്പേർട്ട് ആയതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യങ്ങളുമില്ല. അവിടെ നമ്മൾ സ്മാർട്ട് വർക്ക് തന്നെയാണ്. അതായത് ഏതൊക്കെ രീതിയിൽ ഒരാൾക്ക് പല രീതികൾ ഉണ്ടായിരിക്കാമല്ലോ, പല സ്വഭാവങ്ങളും പല രീതിയിൽ പഠിച്ചിരിക്കുന്നതും പല സബ്ജക്റ്റുകൾ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടായിരിക്കാം. അവിടെ ഏതാണ് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന ഈ 75 ദിവസങ്ങളിൽ പതുക്കെ കൂട്ടേണ്ടതുണ്ട്. ഒരു വിദ്യാർത്ഥി പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞതനുസരിച്ച് പലയിടത്തു നിന്നായിട്ട് ഞാൻ പഠിച്ചു, പല ക്വസ്റ്റ്യനുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ചു, അതിൽ നിന്ന് വരുമെന്ന് ചോദിച്ചു, പക്ഷേ എനിക്ക് മോഡലിനൊന്നും കിട്ടിയില്ല. നിങ്ങൾ ഇത്രയും മോഡൽ കഴിയുമ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു മോഡലിൽ നിങ്ങൾ ഒരു ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അടുത്ത കോമ്പിനേഷൻ വരുമ്പോൾ വീണ്ടും 10 കൂടെ ചെയ്യും, അപ്പോൾ 20 ആയില്ലേ. അടുത്ത ഒരു യൂണിറ്റ് മോഡൽ എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സ്ഥലമാകുമ്പോഴത്തേക്ക് നിങ്ങൾ 10 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു, 30 ആയി. ഓരോ ദിവസവും നിങ്ങൾ നമ്പർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1% ആണെങ്കിൽ 20 ക്വസ്റ്റ്യനിൽ നിന്ന് അത് കിട്ടാനുള്ള പ്രോബബിലിറ്റി അപ്പോൾ 2% ആയി കൂടും. 30 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്വസ്റ്റ്യൻ നമുക്ക് കൂടി കൊണ്ടുവരിക്കുകയാണ്. അപ്പം നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മെയ് 5th കിട്ടാൻ പോകുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. അതിനൊരു കോംപ്രമൈസും വേണ്ട. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് തന്നെ പോകണം. ഇനി 400 റേഞ്ചിൽ നിൽക്കുന്ന ആളുകളോട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇവർ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അത്ര ഉറപ്പില്ലാതെ ഷേർട്ട് ഇല്ലാതെ ചെയ്തു, അത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കത്തേയില്ല. അപ്പം നമുക്ക് ശരിയായാൽ പോലും നമ്മൾ 100% ഉറപ്പായിട്ട് ചെയ്തതല്ല എങ്കിൽ
ആ ക്വസ്റ്റ്യൻ ശരിയായാലും നിങ്ങളത് ചെയ്തേ പറ്റൂ. എനിക്കത് ശരിയായല്ലോ എന്ന് വിചാരിക്കേണ്ട. കാരണം ആ സമയത്ത് നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് കിട്ടി, പക്ഷെ നിങ്ങൾ ഷുവർ അല്ല, എനിക്ക് ഉറപ്പിച്ചല്ല ഞാൻ ചെയ്തത്. അപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കിത് അറിയാമായിട്ട് തന്നെയാണ് ഞാൻ എഴുതിയത്, എനിക്കിത് എങ്ങനെ ചോദിച്ചാലും ഇതെങ്ങനെ വന്നാലും ഞാൻ എഴുതും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഏത് ക്വസ്റ്റ്യൻ ആയാലും അത് ശരിയോ തെറ്റോ എന്നല്ല, നിങ്ങളത് വീണ്ടും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഈ റേഞ്ച് നിൽക്കുന്ന കുട്ടികളോടൊക്കെ ഇപ്പം നമുക്ക് ജൂൺ നടന്ന വീക്കിലി എക്സാമിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഇ ലേണിംഗ് ആപ്പിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യനുകളെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഫെമിലിയർ ആയാൽ 100% ഞാൻ പറയുന്നു ജെയ്മെയിൻ 2024 വലിയൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക്, അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റിലൂടെ കിട്ടാൻ ഞങ്ങൾക്ക് ഒരു സംശയമില്ല അതിനകത്ത്. കാരണം നമ്മളെല്ലാവരും ബ്രില്യൻ്റ്, എൻറ്റയർ ബ്രില്യൻ്റ് ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ, ആ റിസൾട്ടിൽ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങളുടെ എററുകൾ കറക്റ്റ് ചെയ്ത് ഈ പറയുന്ന രീതിയിൽ പോയാൽ 75 ദിവസം എന്ന് പറയുന്നത് ഇനിയും ഞങ്ങൾ പറയുന്നു അത്യാവശ്യം നല്ല സമയമുണ്ട്. നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ ഈ മാർക്ക് റേഞ്ച് നിൽക്കുന്ന കുട്ടികൾ, ഇൻ ബിറ്റ്വീൻ എനിക്ക് മാർക്ക് കൂടുന്നില്ല, 300, 400, 450, 500, 550 റേഞ്ചൊക്കെ നിൽക്കുന്ന കുട്ടികൾ, നിങ്ങൾക്കുള്ളതാണ് ഇനി വരുന്ന ഒരു 6-7 സെറ്റ് മോഡൽ എക്സാമുകളും അതിനു വേണ്ട തയ്യാറെടുപ്പുകളും. എന്നുവെച്ചാൽ മറ്റുള്ളവർക്കുള്ളതല്ല, നിങ്ങൾക്ക് അവിടെ ഫുൾ ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ റേഞ്ച് നിൽക്കുന്ന കുട്ടികൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണിത്. ഏതാണ്ട് ഒരേ ലെവലിലുള്ള സിമ്പിൾ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. പക്ഷേ 3 കാര്യങ്ങൾ: ഒന്ന്, എല്ലാ സബ്ജക്റ്റുകൾക്കും ഇമ്പോർട്ടൻസ് ഒരുപോലെ കൊടുക്കണം. ഒരു മോഡലിന് മാർക്ക് കിട്ടാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് മാത്രം ദയവായിട്ട് പഠിക്കരുത്. എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ കണ്ടിരിക്കണം, നിങ്ങളുടെ കണ്ണുകളിലൂടെ കടന്നു പോയിരിക്കണം. NCERT ബയോളജി നിർബന്ധമായിട്ടും ഇന്ന് 3 ചാപ്റ്റർ വായിക്കുന്നുണ്ടെങ്കിൽ നാളെയും അത് തന്നെ വായിക്കണം, മറ്റന്നാളും അത് തന്നെ വായിക്കണം. സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. കണ്ട ക്വസ്റ്റ്യൻസ്, വീക്കിലി എക്സാം നടന്ന ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാം എനിക്ക് അറിയാലോ, ഞാൻ കണ്ടതല്ലേ, എനിക്ക് അറിയാമെന്ന് വിചാരിക്കണ്ട, വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. കാരണം അവിടെ നമുക്ക് കിട്ടിയത്, നമുക്ക് മെയ് 5-ാം തീയതി ഡെഫിനറ്റ് ആയിട്ട് പറയുന്നു, നമുക്ക് അറിയാവുന്ന ഒരു 10 എണ്ണം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. ഇപ്പോഴും ഇത് പറഞ്ഞപ്പോഴാണ് സാർ ഒരു കാര്യം, ഇവർ ചോദിക്കണു ലെവൽ 1 ലെവൽ 2 വർക്ക് ബുക്ക് ഒക്കെ നമ്മൾ ചെയ്തതാണ്, ഇനിയും ചെയ്ത് നോക്കണം, ഇനിയും ചെയ്ത് നോക്കണം. ഈ റേഞ്ചിൽ നിൽക്കുന്നത് അതെ, ഡെഫിനറ്റ് ആയിട്ടും ചെയ്ത് നോക്കണം. കാരണം ഈ റേഞ്ചിൽ നമ്മൾ മറന്നു പോകാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തു, ക്ലാസ്സിൽ ചെയ്തു, ഓക്കെ എനിക്ക് അറിയാം ആൻസർ, അതൊന്നും വിചാരിക്കേണ്ട, വീണ്ടും 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 ചെയ്തു. കാരണം മെയ് 5-ാം തീയതി വരുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് അറിയാവുന്ന 10 എണ്ണം ഉണ്ട്, 20 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എനിക്ക് അറിയാമെന്നുള്ളതായിട്ടും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഗവൺമെന്റ് MBBS കിട്ടിയില്ലോ എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല, അതൊക്കെ മറ്റൊരു കാര്യങ്ങൾ. പക്ഷേ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ, അല്ലെ നമുക്ക് എത്രയും ഫെമിലിയർ ആയിരുന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയില്ലെന്നുള്ളതോ, ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളതോ, നെഗറ്റീവ് വരുത്തിയില്ലെന്നുള്ളതോ നമുക്ക് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും. നിങ്ങളൊരു റിഗ്രറ്റ് ചെയ്യേണ്ടി വരരുത്. എനിക്കത് അറിയാമായിട്ടും ഞാൻ ചെയ്തില്ലല്ലോ, എനിക്ക് അറിഞ്ഞൂടാ ചെയ്തില്ല, അത് ഓക്കെ, അത് ജെന്യുവൻ ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ എനിക്കത് ചെയ്യാൻ പറ്റി, എനിക്ക് അറിയായിരുന്നു എന്നിട്ട് തന്നെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ബ്രില്യൻ്റിൽ ഇത്രയും പ്രാവശ്യം വന്നതാണ് എന്നിട്ടും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറയുന്ന ഒരു റിഗ്രറ്റ് പരീക്ഷ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും. അതുപോലെ ടൈം മാനേജ്മെന്റിന്റെ കാര്യം, ഇപ്പം ഏത് സബ്ജക്റ്റ് എഴുതണം എന്നൊക്കെ ഉള്ളതിന് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു 6 മോഡലുകൾ നടന്നു. ഇനിയും നമ്മൾ അതിനെക്കുറിച്ച് സമയം വൈകിച്ചുകൂടാ, കാരണം കൃത്യമായിട്ട് നിങ്ങൾ എത്തിക്കാണും 3 സബ്ജക്റ്റുകൾക്കും കൊടുക്കേണ്ട ആ ഒരു ടൈം മാനേജ്മെൻറ്റ്. കാരണം 2023 സംഭവിച്ചത് നിങ്ങളുടെ മുമ്പിലുണ്ട്. ബയോളജി നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതായിരുന്നു, കൃത്യസമയം നിങ്ങൾക്ക് അതിന് ഉപയോഗിച്ചു. കെമിസ്ട്രി പക്ഷേ വന്നപ്പോൾ ലെങ്തി ക്വസ്റ്റ്യൻസ് വന്നു. രണ്ടാമത് കെമിസ്ട്രി എടുത്തവർക്ക് എല്ലാത്തിനും ആൻസർ ഉണ്ടായിരുന്നു. അസേർഷൻ റീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കേണ്ട സമയം കൂടുതൽ ഉപയോഗിച്ചു. അറിയാവുന്ന 45 ഫിസിക്സ് അവിടെ നിങ്ങൾക്ക് 20 മിനിറ്റിൽ അല്ലെ 10 മിനിറ്റിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അത് 2024 ഉണ്ടാവരുത്. ഇനി വരുന്ന മോഡൽ എക്സാമുകളിലൂടെ ടൈം മാനേജ്മെന്റിനെ ഒരിക്കൽ കൂടി ഓർക്കണം. ഈ പറയുന്നത് നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോലെ അലാറം വെച്ച് നോക്കി അല്ലെങ്കിൽ ടൈം വാച്ച് വെച്ച് ടൈം സെറ്റ് ചെയ്ത് എഴുതരുത്. ബോർഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ തരുന്ന ടൈമർ നിങ്ങൾ നോക്കുകയേ വേണ്ട, ക്ലോക്ക് നോക്കുകയേ വേണ്ട. ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയം മാക്സിമം നിങ്ങൾ ആ ഒരു കൃത്യം 1 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് എടുത്തു പോവുക. ബയോളജിക്കൊക്കെ 1 മിനിറ്റ് എടുത്തു പോവുക. ഫിസിക്സിനും കെമിസ്ട്രിക്കും വരുമ്പോൾ ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് തോന്നണമെങ്കിൽ അതിനെയും വെച്ചുകൊണ്ട് 3 മിനിറ്റ് 4 മിനിറ്റ് ഇരിക്കാതിരിക്കുക. അങ്ങനെ ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഉറപ്പിച്ച് വേണം ഓരോ പരീക്ഷയും മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും. ഒരു സബ്ജക്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻ വായിച്ചു. ഇപ്പോൾ ബയോളജി തന്നെ ആയിക്കോട്ടെ, ആദ്യം ബയോളജിയാണ് എടുത്തതെങ്കിൽ 5 ക്വസ്റ്റ്യൻ വായിച്ചു, ഇല്ല എനിക്ക് ടൈം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്,
അല്ലെങ്കിൽ എനിക്ക് അല്പം ഡിഫിക്കൽട്ട് ആണല്ലോ എന്ന് തോന്നിയാൽ അവിടെ ഒന്ന് മൈൻഡ് സെറ്റ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം, ബയോളജി നല്ല ലെങ്തിയർ ആയിട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഫിസിക്സും കെമിസ്ട്രിയും നല്ല ലൂസ് ആയിരിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലേ വരും. ഇനി അതല്ല, ബയോളജി നല്ല എളുപ്പമായിട്ട് പോയാൽ കെമിസ്ട്രിയിലോ ഫിസിക്സിലോ അത് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇത്രയും കുട്ടികളിൽ നിന്ന് ഫിൽറ്റർ ചെയ്യേണ്ടതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി ലെവൽ കൂടുതൽ കൊടുത്താലേ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങുമ്പോൾ ഇത് ഒത്തിരി ലെങ്തിയാണ്, എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്നല്ല ആലോചിക്കേണ്ടത്. അടുത്തത് എനിക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, ഞാനത് നന്നായിട്ട് ചെയ്യും എന്ന് വേണം വിചാരിക്കാൻ. 2024 10 സെറ്റ് ക്വസ്റ്റ്യനോട് നിങ്ങൾ കടന്നു പോയിക്കൊള്ളൂ. അവിടുത്തെ ഓരോന്നിലെയും 90 ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നത് ഓരോ കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയ 60% മുകളിൽ ചോദ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. നീറ്റിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ. 180 ചോദ്യങ്ങളിൽ 150ഓളം എണ്ണം, അവിടെ 60-അല്ല 80% മുകളിലും എല്ലാ കുട്ടികൾക്കും ഡയറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. ഈ വർഷവും 2024-ലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 150-ന് മുകളിൽ ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടുണ്ടാവും. അവയെ കണ്ടുപിടിക്കുകയും അവയെ ഏറ്റവും ആദ്യം കൃത്യമായിട്ട് ചോദ്യത്തിൻ്റെ അതേ നേരെ തന്നെ OMR രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. സബ്ജക്റ്റ് എക്സ്പേർട്ട് ആവണ്ട. നമുക്ക് നമ്മൾ എത്ര വർഷം ചെയ്തു, എന്തൊക്കെ പഠിച്ചിരുന്നു, നമ്മുടെ ലക്ഷ്യം എന്നുള്ളതിനൊന്നും പ്രാധാന്യമില്ല. നമുക്ക് കംഫർട്ടായിട്ടുള്ള ആ രീതിയിൽ നമുക്ക് പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഉറപ്പുള്ള ആ 150 ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതേണ്ട, അല്ലെങ്കിൽ ഞാൻ എഴുതേണ്ട 150 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരിക്കും. അത് എവിടെയാണെന്ന് ഈ പറയുന്ന പോലെ ചിലപ്പോൾ അത് അടുക്കി ബയോളജി തന്നെ കാണണമെന്നൊന്നുമില്ല. അത് ചിലപ്പോൾ കുറച്ച് ഫിസിക്സിലും കുറച്ച് കെമിസ്ട്രിയിലും കുറച്ച് ബയോളജിയിലും ആയിട്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാത്തിലും കൂടെ നിങ്ങളൊന്ന് കടന്നു പോയാലേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആ ക്വസ്റ്റ്യനുകൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ പറ്റും. അതൊക്കെ ഈ മോഡലിനല്ലേ 200 ചോദ്യങ്ങളാണെങ്കിൽ 200 എണ്ണവും വായിച്ച് നോക്കാനുള്ള സമയം നിങ്ങൾ മൊത്തത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. എല്ലാ ചോദ്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോയിരിക്കണം. അവിടെ നമുക്കൊരു യാതൊരു തരത്തിലും ബയോളജി കൂടുതലെടുത്ത് എനിക്ക് തോന്നുന്നു ബയോളജിയിൽ നിന്ന് 330 കിട്ടിയിട്ട് ബാക്കി നമുക്ക് സ്കോർ ചെയ്യാൻ ദയവായിട്ട് വിചാരിക്കരുത്. അതെ, വിചാരിക്കേണ്ട. അത് എപ്പോഴും ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ. അത് നമുക്ക് ഒരു ട്രെൻഡും ഇല്ല അതിനകത്ത്. ബയോളജി എഴുതണമെന്നോ ഫിസിക്സ് എഴുതണമെന്നോ കെമിസ്ട്രി എഴുതണോ, അത് ആ വർഷം അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ഇവിടുത്തെ ഒരു മോഡൽ എക്സാം എഴുതുമ്പോൾ പോലും ചിലപ്പോൾ നിങ്ങൾ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ വിചാരിക്കും നല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞ് പോയിരിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ വന്നു പോകും. ഇനി അതല്ല, ഏറ്റവും സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു പോകുമ്പോൾ നല്ല ലെങ്തി ആയിട്ട് കിട്ടും. ഇനി ഫിസിക്സ് ഒക്കെ നിങ്ങൾ വിചാരിക്കുന്ന ഇതിനകത്ത് ഡിജിറ്റ്സേ ഉള്ളൂ, ന്യൂമറിക്സേ ഉള്ളൂ, എല്ലാം പ്രോബ്ലം ബേസ്ഡ് ആണെന്ന് പറയുമ്പോഴായിരിക്കും നല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ് ആണോ ലെങ്തി ആണോ ഷോർട്ട് ആണോ എന്നൊക്കെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ഞാൻ ഇതിൽ ഏതാണ് എഴുതി തുടങ്ങേണ്ടത്, എവിടെയാണ് എഴുതി തുടങ്ങേണ്ടതെന്ന് തീരുമാനിക്കാൻ. അല്ലാതെ ഞാൻ ബയോളജി മൊത്തം ചെയ്തിട്ടേ ഫിസിക്സിലേക്ക് പോകും, ഫിസിക്സ് മൊത്തം ചെയ്തിട്ടേ ഞാൻ കെമിസ്ട്രിയിലേക്ക് പോകും, അതൊന്നുമല്ല. ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന 150ഓളം ക്വസ്റ്റ്യൻ എന്തായാലും അവിടെ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനെ കണ്ടുപിടിക്കണം. അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ക്വസ്റ്റ്യൻ്റെ ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം വളരെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് 38-39 ഡിഗ്രിയിലൂടെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവിടെ കേരളത്തിലുള്ളവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യം പരിപാലിക്കേണ്ട കാര്യമുണ്ട്, വെള്ളം കുടിക്കേണ്ട കാര്യമുണ്ട്, അതുപോലെ തന്നെ ഉറക്കം. ഇപ്പം ഈ മെയ് 5-ാം തീയതിക്ക് അല്ലെങ്കിൽ മെയ് 5-ാം തീയതിക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ 4-ാം തീയതി ഞാൻ ആരോഗ്യമായിട്ടെത്തോളാം, 4-ാം തീയതി ഞാൻ സുഖമായിട്ട് ഉറങ്ങാമെന്ന് ദയവായിട്ട് വിചാരിക്കരുത്. ഈ ഓരോ ദിവസവും നിങ്ങളുടെ ആരോഗ്യക്കുറവ് നിങ്ങളുടെ കോൺസെൻട്രേഷനെയും നിങ്ങളുടെ മെമ്മറിയെയും ഒക്കെ ബാധിക്കും. അപ്പം നിങ്ങൾ ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് അതിനേക്കാളും ഏറ്റവും പ്രധാനമാണ്. അപ്പം നമുക്ക് നാളെ മോഡൽ എക്സാം ആണെങ്കിൽ ഇന്ന് നമ്മൾ 6 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. കാരണം നമുക്ക് നാളെ നീറ്റാണ്, നമുക്ക് അടുത്ത മോഡൽ നമുക്ക് നീറ്റ് എക്സാം ആണ്. അതുകൊണ്ട് ഓരോ മോഡലുകളും നമുക്ക് നീറ്റ് എക്സാം ആണെങ്കിൽ അതിനു മുമ്പ് നമ്മൾ തയ്യാറെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ആഹാര കാര്യത്തിലും അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഉറക്കത്തിൻ്റെ കാര്യത്തിലും എല്ലാം നമ്മൾ ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. നമുക്ക് 4-ാം തീയതി അല്ല പ്ലാൻ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, മോഡൽ എക്സാം ഒക്കെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു സാർ 6 മണിക്കൂർ ഉറങ്ങിയവർ അയ്യോ ഞാൻ ഇത്രയും ഉറങ്ങിയ 3 മണിക്കൂറേ ഇനി ഉറങ്ങൂ എന്ന് പറഞ്ഞ് പെട്ടെന്നൊന്ന് സ്വിച്ച് ചെയ്ത് സിസ്റ്റത്തിനെ സ്ട്രെസ്ഫുൾ ആക്കേണ്ട ഒരു കാര്യവും ഇല്ല. നിങ്ങൾ സ്ട്രെനുവസ് ആയിക്കൊണ്ടല്ല പഠിക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സിസ്റ്റം എത്രത്തോളം സ്ട്രെനുവസ് ആകുന്നോ അതിനനുസരിച്ച് ഇഫക്റ്റീവ്നെസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. അത് ഫിസിക്കലി ആൻഡ് മെന്റലി. അപ്പോൾ മെന്റലി നമ്മൾ എന്തായാലും കുറച്ചൊന്ന് സ്ട്രെസ്ഡ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരിക്കലും ഫിസിക്കൽ സ്ട്രെസ് കൂടെ ഉണ്ടാക്കരുത്. അപ്പോൾ അത് ഫിസിക്കൽ സ്ട്രെസ് ഉണ്ടാക്കാതിരിക്കാൻ അതുവരെ നിങ്ങൾക്ക് അങ്ങനെ പറ്റൂ, എനിക്ക് 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ എനിക്ക് ഉറങ്ങിയാലേ പറ്റൂ എന്നുള്ള കണ്ടീഷനുള്ള ഒരാൾ ഒരിക്കലും പോയി 3 മണിക്കൂറിലേക്ക് അത് ചുരുക്കരുത്. നേരെ മറിച്ച് ചില ആൾക്കാരുണ്ട്, അവർക്ക് 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി, അവരുടെ സിസ്റ്റം അതിനോട് കോപ്പ് ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്.
അങ്ങനെയുള്ളവർക്ക് ഒരു കുഴപ്പമില്ല, ഉറങ്ങിയാൽ മതി. അപ്പോൾ ഇതൊക്കെ ആപേക്ഷികമാണ്. എൻ്റെ റൂംമേറ്റ് ഇത്ര മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ, ഞാൻ ഇത്ര മണിക്കൂർ ഉറങ്ങിയാൽ മതിയോ, മോഡൽ എക്സാം ഒക്കെ അല്ലേ, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കൂ, ഫിസിക്കലി ആൻഡ് മെന്റലി ഹെൽത്തി ആയിട്ട്. തീർച്ചയായിട്ടും അത് ഏറ്റവും പ്രധാനമാണ്. അത് മെയ് 5-ാം തീയതി അല്ല, നമുക്ക് എല്ലാ മോഡലുകളും നമുക്ക് നീറ്റാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലൂടെ തന്നെ നിങ്ങൾ പോയാലേ 4-ാം തീയതി നമുക്ക് അതനുസരിച്ച് തയ്യാറെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു കുട്ടി പറയുന്നത്, എനിക്ക് സാർ ഡീപ്പായിട്ട് ഞാൻ ഉറങ്ങിപ്പോവുകയാണ്, ഞാൻ 6 മണിക്കൂർ എന്നുള്ളതിന് പകരം 7-8 മണിക്കൂർ. എൻ്റെ കൂട്ടുകാരി വന്ന് ഒത്തിരി നേരം ഉണർത്തിയാൽ മാത്രമേ എനിക്ക് ഉണരാനായിട്ട് പറ്റുള്ളൂ. അതും ബാഡ് ബിഹേവിയർ തന്നെയാണ്. കാരണം നമുക്ക് മേ ബി ബിക്കോസ് ഓഫ് ദ സ്ട്രെസ്, നിങ്ങൾ ഈ ഒരു സമയത്ത് അടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ട്രെസ് ഉണ്ടാവും, അതിൻ്റെതാവാം. അല്ലെങ്കിൽ നിങ്ങൾ പകൽ സമയം മുഴുവൻ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്നു, വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതെ ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ക്ഷീണമാകാം, അതും നിങ്ങൾ കറക്റ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് അങ്ങനെ ഒന്ന് ഉറങ്ങി തീർക്കാനുള്ളൊരു സമയമല്ല, അത് നമുക്ക് മെയ് 5-ന് ശേഷം നന്നായിട്ട് കിടന്നു. അപ്പം നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ആ ഒരു 6 മണിക്കൂറാണെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ ഉറങ്ങിയോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഉറക്കം വരാത്തുണ്ടെങ്കിലും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ബെഡിൽ വേണം, റെസ്റ്റ് എടുത്തിരിക്കണം. ആ സമയത്ത് നമുക്ക് എടുത്ത് വായിച്ചേക്കാൻ തോന്നുന്നത് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് 6 മണിക്കൂർ നമ്മൾ റെസ്റ്റ് എടുത്തിരിക്കണം. അങ്ങനെ ഓരോ മോഡലുകൾക്കും നിങ്ങൾ തയ്യാറെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്ന കാര്യമുണ്ട്, എപ്പോഴും നമ്മുടെ സാറുമാർ അനൗൺസ് ചെയ്യുന്നത് കേൾക്കാം. കാരണം മോഡൽ എക്സാമിനും അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ സീറ്റിൽ ഇരുന്നിരിക്കണം. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ചിലർക്കെങ്കിലും ഈ ഓടി വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. കാരണം ഒന്നും അവസാനം അവർ വിചാരിക്കണം ആ സമയം പഠിക്കാമല്ലോ എന്നാണ്. പിന്നെ ഹാളിൽ പോയി ഇരുന്നിട്ട് പോലും ക്ലാസ് ടീച്ചേഴ്സ് വരുന്നതിന് മുൻപേ ആ ഒരു 15 മിനിറ്റ് ഞാനൊന്ന് മറച്ചു നോക്കാം, ഒന്നുമില്ല, ആ മറച്ചു നോക്കലൊന്നും കിട്ടാൻ പോകും. അതുകൊണ്ട് അത് രണ്ടും നിങ്ങൾ ശ്രമിക്കണം. അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ സീറ്റിൽ ഇരുന്നിരിക്കണം. എക്സാമിന് തൊട്ട് മുമ്പുള്ള അരമണിക്കൂർ നിങ്ങൾ മാക്സിമം റിലീഫ് ചെയ്യണം. ഒരു കാരണവശാലും ആ സമയത്ത് നിങ്ങൾ ലാസ്റ്റ് ടൈം ലെക്ചർ നോട്ടോ അല്ലെങ്കിൽ ഇതൊന്നും, കാരണം ലാസ്റ്റ് ടൈം റീഡ് ചെയ്ത് ഇപ്പോൾ നമുക്ക് വേറെയും ഒരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ ഏറ്റവും അവസാന നിമിഷം ചിലപ്പം പെട്ടെന്നൊന്ന് മറച്ചു നോക്കിയ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി, അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അങ്ങനെ ഇരിക്കുന്ന നിങ്ങളായിരിക്കും മെയ് 5-ാം തീയതി പരീക്ഷാ ഹാളിൽ പോയിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് അയ്യോ ആ ക്വസ്റ്റ്യൻ അവിടെ എനിക്ക് ഒരു ഓർമ്മയില്ലല്ലോ, ഒന്നുകൂടെ മറച്ചു നോക്കാം എന്ന് വിചാരിച്ചു പോയാൽ അവിടെ ഓപ്ഷൻ ഇല്ല. അപ്പം നിങ്ങളുടെ മനസ്സിൽ അയ്യോ അത് എനിക്കിപ്പോൾ മറന്നുപോയോ, എനിക്കത് മറച്ചു നോക്കാനും പറ്റുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന ചിന്തയിലിരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ അവിടെ നിന്ന് വന്നാലുണ്ടല്ലോ നിങ്ങൾക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പം മെയ് 5-ാം തീയതി നമുക്കുള്ളതാണ്. നമുക്ക് 720 എത്തുക തന്നെ വേണം. അപ്പം നമുക്ക് കേൾക്കുന്ന സ്വാഭാവികമായിട്ടും തോന്നുന്ന ധാരാളം പ്രേക്ഷകരോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ തോന്നും ഇതേ രീതിയിൽ എല്ലാവർക്കും പറ്റുന്നതാണോ ഇല്ലെന്നുള്ളത്. ഇത് ഓരോ കുട്ടികൾക്കും അവനവൻ്റെ രീതിയുണ്ട്, അതിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ആദ്യം പറഞ്ഞിടത്ത് തന്നെ വീണ്ടും എത്തുകയാണ്, അവനോന് ചെയ്യാൻ പറ്റുന്ന 150-160 ചോദ്യങ്ങളുണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും. അതിൽ നമ്മൾ ഏറ്റവും സ്മാർട്ടായിട്ട് എത്തുകയും അത് കൃത്യമായിട്ടും OMR രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടവരാണ് ഈ ഇൻ ബിറ്റ്വീൻ 300 to 450 റേഞ്ച് നിൽക്കുന്നവർ. എബവ് 500-550 റേഞ്ച് എടുക്കുന്നത് നിങ്ങൾക്ക് റിസ്ക് എടുത്ത് കൂടുതൽ ഡീപ്പായിട്ട് എവിടെയാണ് അല്പം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കി അത് 600 എത്തിക്കണം. 650 റേഞ്ച് നിൽക്കുന്നവർ നിങ്ങൾ മുഴുവൻ അറ്റൻഡ് ചെയ്യണം. തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ മാക്സിമം റിസ്ക് എടുത്തുകൊണ്ട് മുഴുവൻ ചോദ്യങ്ങളും തന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നെഗറ്റീവുകൾ കുറയ്ക്കാനുള്ളതേ നോക്കാവുള്ളൂ. അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും നീറ്റ് എക്സ്ട്രാ മാർക്ക് തരികയില്ല. അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് നെഗറ്റീവ് മാർക്കുകൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും. സോ ഞങ്ങൾ പറഞ്ഞ പോലെ ഈ 75 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ 75 ഡേയ്സ് ആണ്. അത് നിങ്ങൾ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യൂ. യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവായിട്ട് റിലാക്സ്ഡ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യൂ. ഉറപ്പായിട്ടും നമുക്ക് 720 എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ദൂരമല്ല. നിങ്ങൾ വിചാരിച്ചാൽ ഉറപ്പായിട്ടും അത് നടക്കും. ഞങ്ങൾ ഒരു ടീം തന്നെ നിങ്ങളോടൊപ്പം ഉണ്ട്. താങ്ക് യു. ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.